ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ റൂമിൽ ചേച്ചിയുടെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ശ്രുതി വരികയാണ്. എന്നിട്ട് ഹഗ് ചെയ്യാണ്. അപ്പോൾ ശ്രുതി പറയും, സാറ് ഒന്നിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടരുതേ എന്ന് പറയാനേ എനിക്ക് പറ്റൂ. എല്ലാവരുടെയും സങ്കടങ്ങൾ ഈശ്വരൻ കാണുന്നുണ്ടാവും എന്നങ്ങ് പറയുന്ന നേരത്തെ അശ്വിൻ ഒരു ചെറിയ പുഞ്ചിരിയോടെ ശ്രുതിയെയും കൂട്ടി അവിടെ കാണുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴായിരിക്കും ആ സെലീൻ അങ്ങോട്ടേക്ക് വരുന്നത്. കയ്യിൽ ഒരു ഗ്ലാസ് പാലും ഉണ്ടാവും. എക്സ്ക്യൂസ് മീ എന്ന് വിളിക്കുമ്പോൾ ശ്രുതിയും അശ്വിനും നോക്കുന്നുണ്ട്. സാർ, പാല് ആ ടേബിളിൽ എങ്ങാനും വെച്ചേക്ക് എന്ന് പറയട്ടോ അശ്വിൻ. അപ്പൊ നേരെ പാല് കൊണ്ടുവരുമ്പോ തന്നെ ശ്രുതി അത് വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയും അശ്വിനും ആ സെലിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. സാറ് ഇന്നലെ മുതൽ ഒന്നും കഴിക്കാതെ ഇരിക്കല്ലേ, ഈ ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്ക്. ഞാൻ ഡിന്നർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് രാമേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സാറിന് മറ്റെന്തെങ്കിലും വേണോ? അപ്പോൾ ശ്രുതി ആണെങ്കിൽ അശ്വിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക കേട്ടോ. വീണ്ടും സെലിൻ, അശ്വിൻ സാറിനെ ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ അങ്ങ് ദേഷ്യം പിടിക്കുക കേട്ടോ. എക്സ്ക്യൂസ് മീ, എൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ ഏർപ്പാടാക്കിയത്. നിങ്ങളിവിടെ ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഏർപ്പാടാക്കിയത്. അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതെ, അഞ്ജലി മാഡം ഉറക്ക, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചത് എന്ന് പറയാട്ടോ. പിന്നെ മാഡം ഉണർന്നാലും മാഡം തനിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ നിങ്ങൾ എൻ്റെ ചേച്ചിയുടെ കൂടെയാ വേണ്ടത്. എല്ലായ്പ്പോഴും അവിടെ തന്നെ വേണമെന്ന് പറയുമ്പോൾ സെലിം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഞ്ജലി മാഡത്തിന്റെ കാര്യം ആലോചിച്ച് സാറ് വിഷമിക്കേ വേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. അയ്യോ, ഞാൻ കൊണ്ടുവന്ന പാല് കുടിച്ചില്ല എന്നങ്ങ് പറയുമ്പോൾ അശ്വിൻ പറയും, അത് ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ശ്രുതിയോട് ചോദിക്കും, ശ്രുതി വേറെ എന്തെങ്കിലും എന്നങ്ങ് ചോദിക്കുന്ന നേരത്തെ അശ്വിൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണേ. നിങ്ങളോട് എൻ്റെ ചേച്ചിയുടെ കാര്യം നോക്കാനാ പറഞ്ഞത്, സോ യു മേ ഗോ. ശരി സർ എന്ന് പറഞ്ഞിട്ട് സെലീൻ അങ്ങ് പോവാണേ. സെലിൻ പോകുമ്പോൾ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട്, ശ്യാം സാർ പറഞ്ഞ പോലെ അശ്വിൻ സാർ ഇപ്പം ടഫാണല്ലോ. സാരമില്ല, ഇങ്ങനെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആളുകളെ ഞാൻ ഒരുപാട് കണ്ടതാ. ആദ്യം ഈ ശ്രുതിയെ ഇവിടുന്ന് അകറ്റണം, എന്നിട്ട് വേണം അശ്വിൻ സാറിനെ വരച്ച വരയിൽ നിർത്താൻ. അത് ഞാൻ നിർത്തിക്കോളാം എന്നങ്ങ് പറഞ്ഞു പോവാണ് കേട്ടോ.